وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. صدق الله العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഓരോ ആഴ്ചയും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഉപദേശമാണ്, തഖ്വ പുലർത്താനുള്ള നിർദ്ദേശങ്ങളാണ് ഖുത്ബ എന്ന് പറയുന്നത്. 4 റക്അത്തുള്ള നമസ്കാരം രണ്ടാക്കി ചുരുക്കി ബാക്കി 2 റക്അത്തിന്റെ സ്ഥാനത്ത് ഉത്ബോധനവും ദിക്റും എന്ന അർത്ഥത്തിലാണ് ഇസ്ലാം അതിനെ കാണുന്നത്, നമ്മളും അതിനെ മനസ്സിലാക്കുന്നത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന കുറവുകൾ തീർക്കാനും വീഴ്ചകൾ പരിഹരിക്കാനും കേട്ട കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുമുള്ള മികച്ച അവസരമായിട്ടാണ് ഓരോ ജുമുഅയും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ മുത്തഖിയാവുക, മുഖ്ലിസാവുക, തെറ്റുകൾ തിരുത്തുക, കുടുംബത്തെ ഇഷ്ടപ്പെടുക, കുടുംബത്തെ തണലാക്കി മാറ്റുക, പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ വീഴ്ചകളുണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും അത് തിരുത്തി പുറത്ത് സഹിച്ച് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഖുത്ബകൾ, നമ്മുടെ ആഴ്ചയിൽ ഒരുമിച്ച് കൊണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കി യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം കണക്കിന് ആളുകൾക്ക് മാനസികമായ പ്രയാസങ്ങളുള്ളവരുണ്ട്, ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശാന്തിയും സമാധാനവും ദീർഘായുസ്സും ആരോഗ്യവും പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അറിയുന്നവർ അത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്ത് അവരെയും നമ്മയും അല്ലാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. തമലാണ് കുടുംബം എന്ന വിഷയത്തിലാണ് കഴിഞ്ഞ 2-3-4 ഖുത്ബകളിലായി നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ചു. സ്വർഗത്തിലേക്കുള്ള ഒരു ശക്തമായ സംവിധാനമാണ് നമ്മുടെ കുടുംബം. അതിനെ ചിട്ടപ്പെടുത്തിയത് നമ്മളല്ല, അല്ലാഹുവാണ്. അല്ലാഹു തന്നെയാണ് അതിലുള്ള പെരുമാറ്റങ്ങളും കടമകളും കടപ്പാടുകളും നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു തന്നെയാണ് പറഞ്ഞത്, അത് മുറിച്ചു കളഞ്ഞവൻ الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض. അല്ലാഹുവുമായുള്ള ബന്ധം മുറിക്കുന്നത് പോലെ നരകത്തിലേക്കുള്ള പണിയാണ് അവൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയതും അല്ലാഹു തന്നെയാണ്. ഇസ്ലാം എന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്നും അവൻ പുറത്താണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. കുടുംബബന്ധം മുറിച്ചവൻ, മക്കളെ പരിഗണിക്കാത്തവൻ, മാതാപിതാക്കളെ പരിഗണിക്കാത്തവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാത്തവർ, അത്തരത്തിലുള്ള ബന്ധങ്ങൾ, മീസാഖുകൾ തകർത്ത് തരിപ്പണമാക്കിയവന് സ്വർഗമില്ല. അവന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ, അവന്റെ ലക്ഷ്യം നരകമോചനമാണെങ്കിൽ അത് അവന് ലഭിക്കുകയില്ല. മാതാപിതാക്കളുമായി ബന്ധം പിടിച്ചവന് ഈ ലോകത്തും പരലോകത്തും സ്വസ്ഥതയുണ്ടാവുകയില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. വിവരണ ചിന്താഗതികൾ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതും
ലജ്ജയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ട പാഠങ്ങളും അവർക്കുള്ള അവരുടെ വേഷവിധാനം, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവചര്യകൾ, അവരുടെ ആരാധനകൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രണ്ട് തലക്കെട്ടിലാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സമയം വൈകുമോ എന്ന ആശങ്ക എനിക്കുണ്ട്. വിവാഹം അടക്കമുള്ള ചില കാര്യങ്ങൾ ആലോചനയിൽ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ദീനിന് പ്രാമുഖ്യം നടത്തേണ്ട ഒരു കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. ഇന്ന് ഏത് വിവാഹത്തിൽ പങ്കെടുത്താലും ആ വിവാഹത്തിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഇസ്ലാം വിഭാവനം ചെയ്ത വിവാഹമാണോ ഇത്? ഇസ്ലാം ഉദ്ദേശിക്കുന്ന തരത്തിലാണോ ഈ ഇണകൾ കൂടിച്ചേർന്നിട്ടുള്ളത് എന്ന്? ദീനിനാണോ ഇവിടെ പ്രാധാന്യം? അതോ സൗന്ദര്യത്തിനോ, അതോ സമ്പത്തിനോ, അതോ തറവാടിത്തത്തിനോ, അതോ താൽപോരിമക്കാണോ ഇവിടെ പ്രാധാന്യമെന്ന് ചിലപ്പോഴൊക്കെ ആലോചിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വലിയ ആത്മീയമായ കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. വലിയ നന്മയാണ് വിവാഹം എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കുന്നതും അതിൽ ഭക്ഷണം വിളമ്പുന്നതും അതിൽ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഇസ്ലാമികമായ പാരമ്പര്യമുള്ള കാര്യമാണെങ്കിലും അത് ആത്മീയമായ ആരാധനാ കർമ്മം പോലെ പവിത്രമായ ഒരു കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. ഒന്നും രണ്ടല്ല, വലിയ ഒന്നാണെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ആപ്തവാക്യം ഏറ്റവും കൂടുതൽ യോജിച്ചു വരുന്ന ഒരു സംവിധാനമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. എവിടെയോ ഉള്ള രണ്ടാളുകൾ ആദ്യമായി അവർ അടുക്കുകയാണ്, അവർ കൂടിച്ചേരുകയാണ്. സിമന്റ് കട്ട പോലെ അല്ലെങ്കിൽ സിമന്റും കട്ടയും ഒരുമിക്കുന്നത് പോലെ ഒട്ടിച്ചേർന്ന് അവർ ജീവിക്കുകയാണ്. അവർ ഒറ്റക്ക് ഒന്നാകുകയാണ്. അവരുടെ മാതാപിതാക്കൾ ഒന്നാകുകയാണ്, അവരുടെ സ്വപ്നങ്ങൾ ഒന്നാകുകയാണ്. ശരിക്കും അല്ലാഹു വിവാഹ ജീവിതത്തിലെ ഇണകളെ കുറിച്ച് പറഞ്ഞത് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകൾ നൽകുന്നു എന്നുള്ളതാണ്. വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. ആകാശത്തെ കുറിച്ച് പറഞ്ഞെടുത്ത്, ഭൂമിയെ കുറിച്ച് പറഞ്ഞെടുത്ത്, മണ്ണിനെ കുറിച്ച്, മണ്ണിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിന്റെ വ്യത്യസ്തമായ വിവിധങ്ങളായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ ഇടയിലാണ് അള്ളാഹു തആല വിവാഹ ജീവിതത്തെ, അതുമായി ബന്ധപ്പെട്ട ഇണകളെ, അവരെ കൂടിച്ചേരലുകളെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അള്ളാഹു പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രയോഗം മബദ്ധത്താണ്. അലിഞ്ഞു ചേർന്ന, ഇഴകിച്ചേർന്ന, വേർപിരിയാനാവാത്ത വിധം ഇടകലർന്ന സ്നേഹമാണ് വിവാഹത്തിന്റെ ഒന്നാമത്തെ മുഖമുദ്ര എന്ന് പറയുന്നത്. വറഹ്മതൻ, ആ ചേർച്ചയിലൂടെ അന്നുണ്ടായിരുന്ന സൗന്ദര്യവും അന്നുണ്ടായിരുന്ന പ്രൗഢിയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലത്ത്, വേച്ച് നടക്കുന്ന കാലത്ത്, തമ്മിൽ തൊടാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ പറ്റുന്ന ജീവിത സാഹചര്യമില്ലാത്ത കാലത്ത് അവരോട് കാണിക്കുന്ന പരസ്പര കാരുണ്യമാണ് റഹ്മത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ശ്രദ്ധേയമായ പദം വിശുദ്ധ ഖുർആനിലുണ്ട്. മൂന്നാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന എന്നാണ്. ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രവും അങ്ങനെ ഇണകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വസ്ത്രമാണെന്നാണ്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും വസ്ത്രമാണെന്നാണ്. വസ്ത്രം കൊണ്ട് 3 ലക്ഷ്യമുണ്ട്. 1 നഗ്നത മറക്കലാണ്, 2 മനുഷ്യന്റെ സുരക്ഷിതത്വമാണ്, 3 മനുഷ്യന്റെ അലങ്കാരമാണ്. അപ്പൊ നഗ്നത മറക്കാൻ കഴിയുന്ന, രഹസ്യങ്ങൾ മറക്കാൻ കഴിയുന്ന, പരസ്പരം പൊറുക്കാൻ കഴിയുന്ന, പരസ്പര സുരക്ഷിതത്വം ഉണ്ടാകുന്ന, ഭാര്യക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യക്കും സുരക്ഷിതത്വം ഉണ്ടാകുന്ന, പരസ്പരം അലങ്കാരം തോന്നുന്ന, അലങ്കാരത്തിന്റെ മനോഹരമായ ദൃശ്യവിസ്മയങ്ങളുള്ള ഒരു സംവിധാനം തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവർ പരസ്പരം വിശ്വാസം വേണം, പരസ്പര സ്നേഹം വേണം, പരസ്പര വിട്ടുവീഴ്ച വേണം, പരസ്പരം കൂടിയാലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ ശൂറ എന്ന പദം 4 തവണയാണ് ഖുർആനിലുള്ളത്. അതിൽ 3 തവണയും ഭാര്യാഭർത്തൃ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അംറഹും ശൂറാ ബൈനഹും എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭരണകാര്യങ്ങളിൽ ഭരണാധികാരി പ്രജകളോട് ചോദിക്കുന്ന, കൂടിയാലോചിക്കുന്ന സംവിധാനത്തെ കുറിച്ചാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്തൊരു ഭർത്താവ് വരികയുണ്ടായി. 5-6 വർഷമായി വിവാഹം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, ഞാനും എന്റെ ഭാര്യയും വലിയ പ്രശ്നത്തിലാണ്. ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അവൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, എനിക്കും ഒരുപാട് കുറവുകളുണ്ട്. എന്റെ കുറവുകൾ വളരെ വലുതാണ്, ഉസ്താദ് അത് പറഞ്ഞ് നന്നാക്കണം. ഒരുപാട് കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്തു. എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു പോയിന്റ്, അവരുടെ കുറവുകൾ അവൾക്കും എനിക്കും മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ എന്റെ കുറവുകൾ ഇന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, സഹപ്രവർത്തകർക്ക് അറിയാം, കുടുംബങ്ങൾക്ക് അറിയാം. എവിടെ കുടുംബത്തിൽ ചെന്നാലും ആളുകൾ അടക്കി പറഞ്ഞ് രഹസ്യം പറയും, ഇന്ന ആൾ അങ്ങനത്തെ ആളാണ്. കാരണം അതെല്ലാം ആളുകളോട് ഷെയർ ചെയ്തിരിക്കുന്നു ഭാര്യ, ഇണ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിരിക്കുന്നു.
വിഷമങ്ങളും സന്തോഷങ്ങളും കുറവുകളും പരസ്പരം പറഞ്ഞു തീർക്കാനുള്ള കൂടിയാലോചന കുടുംബ ബന്ധത്തിലില്ലെങ്കിൽ, ഭാര്യയ്ക്കും ഭർത്താവിനുമില്ലെങ്കിൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നത് പ്രത്യേകം നോക്കേണ്ടതാണ്. എന്നിട്ട് പറയണേ, തുറന്നാണ് പറയണേ, ഇന്ന കുറവുണ്ടെന്ന് പറയുക, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയുക, ഇന്ന ദൗർബല്യമുണ്ടെന്ന് പറയുക. അതിന് ചേർത്ത് നിർത്തി പറയാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖാ വഖിയാറുകും ഖിയാറുൽ നിസാഇഹിം. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവർ, ഇണകളോട് മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായ മനുഷ്യൻ, ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ സൈനബിന്റെ വീട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി കിട്ടിയ ഭക്ഷണം, മനോഹരമായ ഭക്ഷണം, അത് കഴിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷയോട് നബി പറഞ്ഞു, ആയിഷ ഇന്ന് എനിക്ക് ഭക്ഷണം വേണ്ട, സൈനബിന്റെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടായിരുന്നു, ഞാൻ അല്പം കഴിച്ചു. ഭക്ഷണത്തിന്റെ പാത്രം കൊണ്ടുവന്ന ആയിഷ ബീവി അതൊരൊറ്റയേറാൻ ആ പാത്രം തകർന്ന് തരിപ്പണമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേശത്തോടെ പെരുമാറിയില്ല, അതുപോലെ ശോഭിച്ചില്ല. ആ പാത്രങ്ങളൊക്കെ വലിയ പൊട്ടിലേക്ക് ചെറിയ പൊട്ടിലൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഒരുക്കി കൂട്ടി വീണ്ടും തട്ടിയത്ര ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യമാരോട് എങ്ങനെയാണ് ക്ഷമിച്ചത്, അവരെ എങ്ങനെയാണ് പരിഗണിച്ചത്. അപ്പം ചുടാനുള്ള മാവ് ഉണ്ടാക്കുന്നതിനിടയിൽ അപ്പം ചുടലെന്ന് മാത്രമല്ല, മാവിന്റെ പണി പൂർത്തിയാകാതെ ആ കല്ലിൽ കിടന്ന് ആയിഷ ബീവി ഉറങ്ങി. കയ്യിലും മുഖത്തുമൊക്കെ മാവായിട്ടുണ്ട്. പ്രബോധന പ്രവർത്തനം കഴിഞ്ഞ് സങ്കീർണമായ ആലോചനകളുള്ള രാജ്യത്തെ മുഴുവൻ മനുഷ്യന്റെ പ്രശ്നങ്ങളും നേർക്കുനേർ പരിഹരിക്കുന്ന ലോകത്തിന്റെ നായകൻ പ്രവാചകൻ തന്റെ കൊച്ചുകുടിലേക്ക് കയറി വന്നപ്പോ തന്റെ ഇണ ഇവിടെ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. നമ്മളാണെങ്കിൽ കിട്ടിയ വടിയെടുത്ത് നല്ലൊരു അടിമെടുക്കും, ഉറപ്പാണ്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകും. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രണ്ട് കൈകളും എടുത്തുകൊണ്ട് തൊട്ടടുത്ത ഭാഗത്തേക്ക് വെച്ച് തല വെച്ച് തൊട്ടടിയിൽ തുണി വെച്ചുകൊണ്ട് ആയിഷ ബീവി കുറക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് ആ മാവ് കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കി അതൊക്കെ പാകം ചെയ്ത് പാത്രത്തിലാക്കിയിട്ട് മെല്ലെ പോയി വിളിച്ചു കൊടുത്തി, ആയിഷ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് പറഞ്ഞ്. എത്ര മനോഹരമാണ് പ്രവാചകന്റെ മാതൃക. ഭാര്യയുമായി ഓട്ടപ്പന്തയം നടത്തിയ പ്രവാചകൻ, ഭാര്യയുമായി യാത്ര നടത്തിയ പ്രവാചകൻ ആ അർത്ഥത്തിൽ ഇണകളെ സ്നേഹിക്കണമെന്നും അവരെ തലോടണമെന്നും അവരെ ഒടിക്കാൻ ശ്രമിക്കരുതെന്നും അവരുടെ പ്രശ്നങ്ങളും കുറവുകളും കണ്ടെത്തി അവരോട് ചേർന്ന് നിൽക്കണമെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ കുടുകുടാ ജീവിപ്പിച്ചു. അത്രയും പ്രവാചകൻ തന്റെ ഭാര്യമാരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ഖഹുന്നാസ് ബിനിസാഇഹി, ഭാര്യമാരെ ചിരിപ്പിക്കാൻ, ഭാര്യമാരെ ഇഷ്ടപ്പെടാൻ, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ, അവരുമായി സല്ലപിക്കാൻ ഒക്കെ നമ്മുടെ ഇണകളായ ഭർത്താക്കന്മാർക്ക് സാധിക്കണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം. മാന്യന്മാർ മാത്രമാണ് ഭാര്യയോട് ആദരവോടെ പെരുമാറുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ബഹുമാനിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഭാര്യയെ ബഹുമാനിക്കേ, ഭർത്താവിനെ ബഹുമാനിക്കേണ്ടത് എന്ന ആലോചനയിൽ നിന്നും മാറി ചിന്തിക്കാൻ അല്ലാഹു റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും പരസ്പരം ഇഷ്ടപ്പെട്ടും പരസ്പരം അഭാവത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറഞ്ഞും ഇല്ലാത്തത് പറച്ചിൽ ഒഴിവാക്കിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. റസൂൽ പറഞ്ഞല്ലോ, ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട ഭാര്യമാർക്ക് സ്വർഗ്ഗം ലഭിക്കാൻ ഇഷ്ടപ്പെട്ട വഴിയിലൂടെ അവൾക്ക് സ്വർഗ്ഗത്തിൽ കയറാൻ കഴിയും. എപ്പോ ഭാര്യ മരിച്ചു കിടക്കുമ്പോ ഭർത്താവ് കരയുന്നുവെങ്കിൽ, ഭർത്താവിന് കണ്ണീരുണ്ടെങ്കിൽ അവൾ സ്വർഗ്ഗത്തിലാണെന്ന് പറയുന്നു. മരിക്കുന്ന സമയത്ത് ഭാര്യയെ കുറിച്ച് ഭർത്താവ് തൃപ്തിയാണെങ്കിൽ അവൾ സ്വർഗ്ഗത്തിലാണ്. ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് തൃപ്തിയാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലാണ്. ഈ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, റബ്ബിനോടുള്ള കടമ ഒരിക്കലും ഒരു പെണ്ണിന് പൂർത്തിയാക്കുകയില്ല. അവളുടെ ഭർത്താവിനോടുള്ള കർമ്മങ്ങൾ, ഭർത്താവിന്റെ കടമകൾ, കടപ്പാടുകൾ, ബാധ്യതകൾ പൂർത്തിയാക്കാത്ത കാലത്തോളം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു. നരകത്തിൽ പ്രവാചകന്റെ സന്ദർശന സമയത്ത് ധാരാളം സ്ത്രീകളെ കണ്ടപ്പോ റസൂൽ ചോദിച്ചല്ലോ, എങ്ങനെയാണ് സ്ത്രീകൾ വന്നതെന്ന്. അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് വാങ്ങിക്കൊടുക്കും, സാരി വാങ്ങിക്കൊടുക്കും, മഫ്ത വാങ്ങിക്കൊടുക്കും, മാക്സി വാങ്ങിക്കൊടുക്കും, അങ്ങനെ പല കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോ അവൾ പ്രത്യേകിച്ചൊന്നും പറയില്ല, അതിന്റെ കുറവുകൾ മാത്രം പറയും. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാതിരുന്നാൽ അവൾ പറയത്രേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല,
അല്ലെങ്കിൽ മൂപ്പരൊന്നും വാങ്ങി തന്നെയാണല്ല, എന്നോട് നന്നായി ചിരിച്ചിട്ടില്ല, എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നട്ടഹസിച്ച് പറയുന്ന പെണ്ണാണത്രേ നരകത്തിൽ കൂടുതലുണ്ടാവുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. പരസ്പരം സ്നേഹിച്ച് പരസ്പരം അറിഞ്ഞ് നന്മകളിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അതേപോലെ തന്നെയാണ് പിന്നെ ഭാര്യമാരോടും അല്ലാഹു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, പിന്നെ ഭർത്താക്കന്മാരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഭർത്താവിനെ വേണ്ടി സുജൂദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഘട്ടമുണ്ട്. ഭാര്യയുടെ മാന്യമായി പെരുമാറണമെന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സ്നേഹത്തോടും സഹകരണത്തോടും ഇഷ്ടത്തോടും ക്ഷമിച്ചും ജീവിച്ചാലാണല്ലോ അതിലൂടെ ഉണ്ടാകുന്ന മക്കൾക്ക് ഒരു മാന്യത ഉണ്ടാവുള്ളൂ. എന്റെ ഖുതുബയുടെ രണ്ടാമത്തെ ഭാഗം മക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളൊക്കെ അത് വായിക്കണം, അത് പഠിക്കണം, എന്നിട്ട് മനസ്സിലുള്ള ഈഗോകളൊക്കെ മാറ്റിവെക്കണം, എന്നിട്ട് പരസ്പരം പൊരുത്തപ്പെട്ടും കൈകൊടുത്തും കൂടിയാലോചിച്ചും അവരെ ചേർത്ത് പിടിക്കണം. മക്കളെയും അങ്ങനെ തന്നെയാണ്. ആ മക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 3 പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അതൊന്ന് വഹബ് എന്ന പ്രയോഗമാണ്, ഹിബത്താണ്, ദാനമാണ്, അല്ലാഹു തന്ന ദാനമാണ്. രണ്ടാമത്തെ സമ്പത്ത് വരുത്തുന്ന മക്കള് നിങ്ങൾക്കുള്ള അലങ്കാരമാണ്, സൗന്ദര്യമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു പ്രയോഗം, നിങ്ങളുടെ മക്കളും സമ്പത്തും നിങ്ങൾക്ക് നാശമാണ്, നിങ്ങൾക്ക് ഫിത്നയാണ്. അല്ലാഹു നൽകിയ സമ്മാനത്തെ, അല്ലാഹു നൽകിയ അലങ്കാരത്തെ നമ്മുടെ മാത്രമുള്ള മക്കളാക്കി കണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ വളർത്തി, അങ്ങനെ വസ്ത്രം വാങ്ങി കൊടുത്ത്, അങ്ങനെ ഭക്ഷണം കൊടുത്ത്, അങ്ങനെ സിനിമക്ക് കൊണ്ടുപോയി, അങ്ങനെ പൂരത്തിന് കൊണ്ടുപോയി, അങ്ങനെ ടൂറിന് കൊണ്ടുപോയി അവർക്ക് കൊടുക്കേണ്ട വിധം കൊടുക്കാത്തത് കൊണ്ട് ആ മക്കൾ നമുക്ക് ഫിത്നകളായി മാറുന്നു എന്ന സൂചനയാണ് അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ലൊരു പേരിടാനോ, അവർക്ക് നല്ല ഒരു ഉമ്മയെ കണ്ടെത്താനോ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ കഥകൾ പഠിപ്പിക്കാനോ, നമസ്കാരം പോലുള്ള ആരാധനാകർമ്മങ്ങൾ ചിട്ടയുണ്ടാക്കാനോ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. അവരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ, ഇസ്ലാമികമായ മര്യാദകൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ, വേദഗ്രന്ഥം അവരെ പഠിപ്പിക്കാൻ കുറെ ഭക്ഷണത്തെ കൊടുത്തിട്ടുണ്ടാവും. വലിയ പുതിയ ഭക്ഷണങ്ങളും നൂഡിൽസും മന്തിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അവരെ മണ്ടന്മാരാക്കി വളർത്തുന്ന മാതാപിതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മള് വിവാഹത്തിന് മുമ്പേ അവരെ സ്നേഹിച്ചവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ വിവാഹം കഴിക്കുമ്പോ തന്നെ അയാൾക്ക് ആദ്യത്തെ കുട്ടിയെ സ്വപ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ അവരെ സ്നേഹിച്ച് ഗർഭിണിയായി വലിയ വയറൊക്കെ കാണിച്ച് ആളുകൾക്കിടയിലൂടെ നടന്ന് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിച്ച് എല്ലാം വിട്ടെടുത്ത് ജീവിതത്തിന് രണ്ടക്കം മുട്ടിക്കാൻ വേണ്ടി നാടൻ കെട്ട് പണിയെടുത്ത് ജീവിച്ച് മക്കളെ വളർത്തിയിട്ടും ആ മക്കൾ നമ്മുടെ ശത്രുക്കളാവുന്ന സാഹചര്യം, ആ മക്കൾ നമുക്ക് എതിരാവുന്ന സാഹചര്യം നമ്മൾ പ്രത്യേകം അത് പഠിക്കുന്നതാണ്. പ്രവാചകന്റെ സദസ്സിൽ ഒരു മകൻ വന്ന്, ഒരു വാപ്പ വന്ന് പരാതി പറയുന്നതിന്റെ പ്രവാചകരെ, എന്റെ മകൻ എന്നെ തല്ലി, നല്ല തല കിട്ടിയിട്ടുണ്ട് മകൻ. അല്ലാഹുവിന്റെ റസൂൽ മകനെ വിളിപ്പിച്ചു. സമ്മാനം വാങ്ങാനുള്ള ബോധത്തിലത്രേ മകൻ വരുന്നത്. വിളിക്കാൻ പോയ ആളുകൾ ബാക്കിലും ഈ മകൻ മുമ്പിലുമാണ് നടക്കുന്നതെന്ന്. റസൂലിന്റെ അടുക്കൽ വന്നു, നിന്റെ ഉപ്പയാണോ ഇത്? അത് എന്റെ ഉപ്പയാണ്. നീയാണോ അദ്ദേഹത്തെ തല്ലിയത്? അതെ, തല്ലിയത് ഞാനാണ്. അങ്ങനെ ഉപ്പയെ തല്ലാമോ? നിന്റെ ഉപ്പയല്ലേ, നിന്നെ നോക്കിയാണല്ലോ ഇത്രയും ഞാൻ നിന്നെ പോറ്റിയതല്ലേ? നബി, ഞാനങ്ങനെ തല്ലില്ല, തല്ലിയിട്ടില്ല. ആയ കാലം മുതൽ ആട്ടിന് മേക്കലാണ് ഞങ്ങളുടെ ജോലി. വാപ്പയും ഞാനും ആടിന് മേക്കലാണ്, വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. ആടുകൾ പോകുന്ന സമയത്ത് അനുസരണക്കേട് കാണിച്ചാൽ അടിക്കണം എന്ന് മാത്രമാണ് എന്നെ പഠിപ്പിച്ച ഏക പാഠം. ഇന്നലെ വരെ മുമ്പിൽ ഇന്നത്തെ തല്ലിയത്. ഇന്നലെ ഞാൻ സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞു, അവനത് അനുസരിച്ചില്ല, അതുകൊണ്ട് അപ്പൊ ഞാനൊന്ന് കൊടുക്കേണ്ടി വന്നു. ഉപ്പൊന്നും അനുസരിച്ചില്ല, ഞാനൊന്ന് കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ഉപ്പയെ ശാസിക്കുന്നതായി നമുക്ക് കാണുന്നു. ഉമർ ഫാറൂഖിന്റെ അടുക്കൽ വന്നുകൊണ്ട് സമാനമായ സംഭവത്തിൽ ഒരാൾ വന്ന് പറയുന്നുണ്ട്, എന്റെ മകനെ തല്ലി, എന്നെ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ വിളിപ്പിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണിത്, വാപ്പയാണോ? അതെ, വാപ്പയാണ്. എന്താ വാപ്പാൻ അനുസരിക്കാത്ത? വാപ്പാൻ ഉപദ്രവിക്കുന്നു പറയുന്നുണ്ടല്ലോ. മോനെ, വാപ്പാനോട് ഒരുപാട് ബാധ്യതകൾ കിട്ടോ, കടമകൾ കിട്ടോ, കടപ്പാടുകൾ കിട്ടോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു ഉമർ ഫാറൂഖിനോട്, ശരി, അതൊക്കെ ഞാൻ അംഗീകരിക്കാം, മക്കളോട് വല്ല കടപ്പാടും വാപ്പാക്കുണ്ടോ? ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട കടപ്പാട്, നിനക്ക് നല്ലൊരു പേര് വന്നാൽ അപ്പൊ അദ്ദേഹം ഉച്ചത്തോടുകൂടി ഇട്ട് പറഞ്ഞു, എന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ? ജുഅൽ. ആളുകൾ മുഴുവൻ എന്നെ കരിവണ്ടേ വിളിക്കണത്. ഒരു നല്ല പേരിടാൻ പോലും വാപ്പാക്ക് പറ്റില്ല. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നലെ ഒരു പിതാവിന്റെ പേരിന് ഉപ്പാക്ക് മകന് എനിക്ക് കുട്ടി ഉണ്ടാകുന്ന പേരിടണം. 36 പേരുകൾ ഞാൻ അയച്ചു കൊടുത്തു. ഒരു തരത്തിലുള്ള ഇസ്ലാമികമായ എല്ലാ പേരുകളും, അതിൽ പുതിയ ന്യൂനത്വം പറ്റുന്നതൊക്കെ ഞാൻ കൂട്ടിച്ചേർത്ത് വാപ്പാനി ഉമ്മാനി
കുടുംബത്തിലെ മൂത്ത കുട്ടിന്റെ പേര് വെച്ചിട്ട് അതൊന്നും പറ്റില്ല. അവസാനം അയാൾ എനിക്ക് അയച്ചെന്ന പേര് ഒരു സദസ്സിൽ പറയാൻ പറ്റുന്ന പേരല്ല. കുട്ടികൾക്ക് പേരിടുന്ന വിഷയത്തിൽ രണ്ടാമത്തത് എന്തെങ്കിലുണ്ടോ? ഉണ്ട്. രണ്ടാമത്തതുണ്ട്, നല്ലൊരു ഉമ്മാനെ തിരഞ്ഞെടുക്കണം. ആ കുട്ടി കൂടുതൽ കളിയാക്കി വാപ്പാനെ നിന്റെ ഉമ്മ ഒരു മജൂസിയാണ്, ഒരു ചിട്ടയും വ്യവസ്ഥയും ഇല്ലാത്തൊരു സ്ത്രീയാണ്, ഞാനെങ്ങനെ ജീവിക്കണമെന്നോ ഞാനെന്ത് പഠിക്കണമെന്നോ ഞാനെങ്ങനെ മുന്നോട്ട് പോകണമെന്നോ എന്റെ ഉമ്മാക്ക് അറിയില്ല, എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, അല്ലിമുഹുൽ ഖുർആൻ, അവനെ ഖുർആൻ പഠിപ്പിക്കണം. മറ്റൊരു ഹദീസിൽ അദ്ദിബുഹു, അവനെ മര്യാദ പഠിപ്പിക്കണം. എന്റെ ഉപ്പ ഖുർആനിന്റെ ഒരു പദം പോലും ഒരു ബിസ്മി പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ ഉപ്പയെ ഉമറിന്റെ കോടതിയിൽ ശിക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഇണകളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദീന് പഠിപ്പിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്കെല്ലാം കിട്ടിയത് ഉറപ്പുവരുത്തണം. 1, 2, 3 ഒന്നാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് മഖ്റജ് തെറ്റാതെ അക്ഷരം കിട്ടുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ മദ്രസ ഉസ്താദിനെ വിളിച്ചിട്ട് പറയണം, ഇവനൊന്നും കിട്ടണില്ലല്ലോ, ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്താ പഠിപ്പിക്കേണ്ടത്. 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഖുർആൻ ഓതാൻ അറിയുന്നുണ്ടോ? മാതാപിതാക്കൾ പരിശോധിക്കണം. നമസ്കരിക്കാൻ അറിയുന്നുണ്ടോ? 5, 6, 7, 8, 9 വയസ്സായ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മയ്യിത്തിന്റെ പ്രാർത്ഥന അറിയുന്നുണ്ടോ? രക്ഷിതാക്കൾ പരിശോധിക്കണം, മാതാപിതാക്കൾ പരിശോധിക്കണം. അല്ലാഹുവിന്റെ റസൂല് എത്ര മനോഹരമായിട്ടാണ് കുട്ടികളെ ശ്രദ്ധിച്ചത്. നമ്മളെ കണ്ടിട്ടല്ലേ നമ്മുടെ കുട്ടികൾ വളരണ്ടേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഒരു പ്രവാചകൻ തോളിൽ വെച്ചില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാക്രമമായ നമസ്കരിക്കുന്ന സമയത്ത്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് കുട്ടികളെ പുറത്താക്കി വാതിലടച്ചില്ലേ? ഏതെങ്കിലും ഒരു കുട്ടി കയറി വന്നാൽ തന്നെ പിന്നെ നമ്മൾ ആ കുട്ടിയെ ശപിക്കുകയോ അല്ലെ? പള്ളികളിലൊക്കെ കുട്ടികൾ വന്നാൽ നമുക്ക് വലിയ ശല്യാണ്. കരയുന്ന കുട്ടികളുള്ള പള്ളികളില്ലാത്തതാണ് ഇന്ത്യന്റെ ഏറ്റവും വലിയ ശാപമെന്ന് മഹാനായ പണ്ഡിതൻ ഈ അടുത്ത് പറയുന്നത് കേട്ടു. കുട്ടികൾ കരയട്ടെ, അവർ പള്ളിയിലേക്ക് വരട്ടെ, അവർ കളിക്കട്ടെ, സ്വപ്നങ്ങളിലേക്ക് ഓടട്ടെ, വസ്ത്രം പോലില്ലാതെ അവർ സുജൂദ് ചെയ്യട്ടെ വീടുകളിൽ. അവരെ നമ്മുടെ നിസ്കാരപ്പായിൽ കൂട്ടി നിർത്താൻ, അവർക്ക് ആർത്ഥത്തിൽ പരിശീലനം കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ പേരക്കുട്ടി അവിടെ വന്നിരുന്നില്ലേ? എത്ര നേരം സുജൂദ് കിടന്ന റസൂല്. നമ്മളാണെങ്കിൽ നല്ല അടിപൊളി നുള്ളു കൊടുത്ത് എണീപ്പിച്ച് വിടൂലേ? കുറേ സമയം അവിടെ തന്നെ ഇരുന്ന് കുട്ടി. നമ്മളെപ്പോലത്തെ ഒരാൾ ബാക്കിൽ നിന്ന് തലപൊതിച്ച് നോക്കി, എന്താ റസൂൽ ഇങ്ങനത്തെ ഒരു സുജൂദ്, ഇത്രക്കാണ് സമയമായി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സാധനം നോക്കി, നബിയെ ഇന്ന് ഒരുപാട് നേരം സുജൂദിലാണല്ലോ, വല്ല വഹി ഇറങ്ങിയോ നബിയെ? ഇല്ല, വഹി ഇറങ്ങിയിട്ടില്ല, എന്റെ പേരക്കുട്ടി ഇറങ്ങിയതാണ്. എത്ര സമയം! ഖുതുബ പറയുന്ന സമയത്ത് കടന്നു വന്ന ഹസൻ ഹുസൈനും പ്രവാചകന്റെ സങ്കീർണമായ സംസാരത്തിനിടയ്ക്ക് അതവിടെ നിർത്തിയിട്ട് കുട്ടികളെ വിളിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ മിമ്പറിൽ കയറ്റിയിരുത്തി. സുബ്ഹാനല്ലാഹ്, മിമ്പറിൽ കയറ്റിയിരുത്തി. റസൂൽ പറയാൻ, ഈ 2 മക്കൾ തൊപ്പിയൊക്കെ ഇട്ട് കടന്നു വരുന്ന സമയത്ത് എനിക്ക് എന്റെ സ്വർഗത്തിന്റെ വഴി തുറക്കുന്നത് പോലെ തോന്നി. മിമ്പറിൽ കേൾക്കേണ്ട, മിമ്പറിൽ ആള് കുട്ടികളുമായി അങ്ങാടി തടപടിയാൽ തന്നെ അത് പ്രശ്നമാകുന്ന ഒരു കാലഘട്ടം. ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒട്ടകത്തിന്റെ കളി കളിക്കുന്നു, പുറത്ത് കയറ്റി 3 കുട്ടികളൊക്കെ. ഏതോ ഒരാൾ യാത്ര പോകുമ്പോൾ പറഞ്ഞത്രേ, ഈ ലോകത്തെ ഏറ്റവും നല്ല വാഹനമാണ് മക്കളെ നിങ്ങളുടെ വാഹനം, പ്രവാചകന്റെ പുറം. പ്രവാചകൻ തിരിച്ചു പറയാൻ, ഈ ലോകത്തെ അതിനേക്കാൾ നല്ല യാത്രക്കാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നത് അല്ലാഹുവിന്റെ റസൂൽ കുട്ടികളെ ശ്രദ്ധിച്ചത്. ഞാൻ പറയുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ശ്രദ്ധിച്ചതും അവരുടെ സ്വപ്നം പോലും നമുക്കില്ല. നമ്മുടെ കുട്ടികളെ കുറിച്ച് സ്വപ്നമില്ല. അത് തന്നെയാണ് നമ്മുടെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. നല്ല മനോഹരമായ സ്വപ്നങ്ങൾ നമ്മുടെ ദീനീ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, സമൂഹത്തെ ശ്രദ്ധിക്കുന്ന, പള്ളി പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് നമുക്ക് നല്ല എന്താ പറയാ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലുഖ്മാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂറത്തുൽ ലുഖ്മാൻ പ്രവാചകനല്ല അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഹിക്മത്തോടുകൂടി, ഇമോഷണൽ ഇന്റലിജൻസ്, അതോടുകൂടി തന്റെ മക്കളെ പരിഗണിച്ച് ഞാൻ പറയാം വടി വെച്ച് വരച്ചു പഠിക്കണം ഓരോ പേരന്റും. ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇസ്ലാമിക ചരിത്രത്തിൽ കുട്ടികൾ നൽകിയ സേവനങ്ങൾ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന 3 പേരിൽ അതൊരു കുട്ടിയാണ്, 10 വയസ്സുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ പതാക വാഹകനാകാൻ വരുമ്പോൾ മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാമിന് 15 വയസ്സാണ്, മഹാനായ ത്വൽഹ ഇബ്നു ഉബൈദുള്ളക്ക് 16 വയസ്സാണ്, സഅദ് ഇബ്നു അബീ വഖാസിന് 18 വയസ്സാണ്, റഈസുൽ മുഫസ്സിരീൻ എന്ന് പറയപ്പെടുന്ന ഇബ്നു അബ്ബാസ് വളരെ കുട്ടിയാകുമ്പോൾ തന്നെ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തയാളാണ്. ഖാദിമുർ റസൂൽ എന്നറിയപ്പെടുന്ന അനസ് ഇബ്നു മാലിക് കുട്ടിയായിരുന്നു. ഇസ്ലാമിലേക്ക് ഒരുപാട് സേവനം ചെയ്ത മഹാനായ കുട്ടിയാണ് അനസ് ഇബ്നു മാലിക്.
ഹിജ്റ സമയത്ത് പ്രവാചകന് ഭക്ഷണം എത്തിച്ചു കൊടുത്തത്, പ്രവാചകന്റെ രഹസ്യം സൂക്ഷിച്ചത്, ശത്രുക്കളുടെ രഹസ്യം അന്വേഷിച്ചത്, വഴി കാണിച്ചു കൊടുത്തത് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും വലതും ഇടതും കൂടെ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ശ്രദ്ധിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കേന്ദ്രമായ ദാറുൽ അർഖമിന്റെ ഉത്തരവാദിത്തം, ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരുന്നത് അർക്കം ബിൻ അർക്കം എന്ന് പറയുന്ന 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അത് തുറക്കുന്നതും അത് അടയ്ക്കുന്നതും അവിടെ വൃത്തിയാക്കുന്നതും അവിടുത്തെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഈ കുട്ടിയായിരുന്നു. അവിടെ വലിയ പ്രമുഖരില്ലാഞ്ഞിട്ടല്ല, അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള പ്രമുഖരായ സഹാബിമാരുണ്ടായിട്ടും അതിനേക്കാളൊക്കെ പ്രാധാന്യം കൊടുത്തു. Every seed has a tree within inside. റസൂലുള്ളാഹി അത് കണ്ടു. ഓരോ കുട്ടിയിലും ഒരു വൻമരത്തെ അവർ കണ്ടു. ഇവൻ നാളെ വലുതാകും, ഇവൻ നാളെ വാപ്പയാകും. അതുകൊണ്ട് ഞാനിപ്പോ ഒരു വാപ്പയാണ്, എന്റെ വാപ്പാനോട് ഞാൻ നന്നായി പെരുമാറണം, എന്റെ ഉമ്മാനെ ഞാൻ ശ്രദ്ധിക്കണം, അവരെ കണ്ണൂരിൽ വെച്ച് ഞാൻ അവരെ സഹായിക്കണം, അവർക്ക് ഉമ്മ കൊടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം. അല്ലെങ്കിൽ നാളെ എന്റെ കുട്ടി എനിക്കെതിരെ വിരച്ചുകൊണ്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന ചിന്ത ഓരോ പിതാവിനും ഉണ്ടാവണം. ശരിയായ ശിക്ഷണങ്ങൾ കൊടുത്താൽ, ശരിയായ രീതിയിൽ സ്വർഗത്തിന് വേണ്ടി വളർത്തിയാൽ നമ്മുടെ മക്കൾ മാതാപിതാക്കൾ മാത്രമല്ല, മഹല്ല് നേതൃത്വം, മദ്രസ അധ്യാപകർ, മറ്റു സമൂഹത്തിലെ പ്രമുഖരായ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്ന നിഷ്കളങ്കരായ കുട്ടികളെ ഈ അർത്ഥത്തിൽ തലോടിയും ചേർത്ത് പിടിച്ചും അവർക്ക് ശിക്ഷണങ്ങൾ നൽകിയും നന്മ പകർന്നു കൊടുത്തും അവരെ നാം ഈ സ്വപ്നത്തിന്റെ ഭാഗമാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, നന്നാവില്ല, തല്ലിയിട്ട് കാര്യമില്ല. അനിവാര്യമായ സമയത്ത് തല്ലി കൊടുക്കേണ്ടി വരും, അത് അപ്പോഴത്തേക്ക് മാത്രമാണ്. മനസ്സിൽ വേദനിക്കുന്ന തല്ല് തല്ലരുത്, മനസ്സിൽ കറങ്ങുന്ന തരത്തിൽ ചീത്ത പറയരുത്. യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വന്നിരിക്കുകയാണ്. നിസ്കരിക്കാൻ സമയമായപ്പോൾ നബി പറഞ്ഞു ബിലാലിനോട്, ബിലാലെ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്ക് കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അശ്ഹദു എന്ന ഷ എന്ന അക്ഷരം പറയാൻ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ബാങ്കിൽ ചെറിയൊരു വൈകല്യമുണ്ടായിരുന്നു. മഅദല്ലാഹ് ഇത് കേട്ടിട്ട് തൊട്ടപ്പുറത്ത് കളിച്ചിരുന്ന കൗമാരക്കാരായ കുറെ കുട്ടികളുടെ കൂട്ടത്തിൽ അബൂ മഹദൂറ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി ബിലാൽ ഇബ്നു റബാഹിനെ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിട്ട് കളിയാക്കി. ബാങ്ക് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി അവരിലേക്ക് ഇറങ്ങി വന്നു. അവരെ ചെവിക്ക് പിടിച്ചില്ല, അവരെ ചീത്ത പറഞ്ഞില്ല. ആരാണ് ഇവിടെ നേരത്തെ മനോഹരമായി ബാങ്ക് കൊടുത്തത്? അപ്പോൾ ഒപ്പുള്ള ഒരാൾ പറഞ്ഞു, പ്രവാചകന് ബാങ്ക് കൊടുത്തതല്ല, ബാങ്ക് കൊടുത്തയാളെ കളിയാക്കിയതാണ്. അതെ, അതാണ് ഞാൻ ചോദിച്ചത്, അത് ആരാണ്? എല്ലാവരും തല താഴ്ത്തിയിരിക്കെ അബൂ മഹദൂറ തല കുനിച്ച് പറഞ്ഞു, പ്രവാചകനെ അത് ഞാനാണ്. എന്ത് മനോഹരമാണ് ഇതിന്റെ ശബ്ദം, എന്ത് മനോഹരമായിട്ടാണ് നീ ബാങ്ക് കൊടുക്കുന്നത്, നീ ഒന്നുകൂടി ബാങ്ക് കൊടുക്ക്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബാങ്ക് അറിയില്ല. റസൂലുള്ളാഹി അവരെയും കൊണ്ടൊരു സ്ഥലത്ത് പോയിരുന്ന് അവന് ബാങ്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. ബാങ്ക് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അവരോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കണ്ണു നിറഞ്ഞ് കവളത്തിൽ മുത്തം കൊടുത്ത് ചേർത്ത് പിടിച്ച് പറഞ്ഞു, നിനക്ക് ഇസ്ലാമിലേക്ക് വന്നുകൂടെ? നീ എന്തൊരു മനോഹരമായിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. അവന്റെ മുടിയിൽ ഇങ്ങനെ റസൂലുള്ളാഹിയുടെ താഴെ വരെ തടവിനാണ്. അബൂ മഹദൂറ പിന്നീട് മക്കയുടെ ആസ്ഥാന മുഅദ്ദിനായി നിയമിക്കപ്പെട്ടത് മാത്രമല്ല, മരിക്കുന്നത് വരെ എന്നെ തലോടി എന്റെ പ്രവാചകന്റെ കൈകളുള്ള അദ്ദേഹത്തിന്റെ മുടി അദ്ദേഹം മുറിച്ചില്ല എന്ന് മാത്രമല്ല, അരവരെ നീണ്ടു നിൽക്കുന്ന മുടി ഉണ്ടാക്കിയ മരിക്കുന്ന സമയത്ത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഈ അർത്ഥത്തിൽ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ, അവരെ പിന്നെ ആക്ഷേപിക്കുന്നതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത്, ബദർ യുദ്ധത്തിന്റെ സമയത്ത് ആളുകളെ ഇങ്ങനെ സെലക്ട് ചെയ്ത സമയത്ത് റാഫിയും അതേപോലെ തന്നെ റാഫി എന്ന് പറയുന്ന ഒരു സ്വഹാബിയും തമുറ എന്ന് പറയുന്ന രണ്ട് സ്വഹാബി കുട്ടികൾ, 15 വയസ്സുള്ള മക്കൾ, രണ്ടുപേരും യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ ഫുട്ബോൾ ക്യാമ്പിനൊക്കെ പോണ പോലെ കയ്യിൽ കമർദാസം ഇട്ടിട്ട് അവിടെ നിന്നു. ആദ്യം അവർ പെരുവിൽ ഇങ്ങനെ ഉയർന്നു നിന്നു. റസൂലുള്ളാഹി കണ്ടിട്ട് ചിരിച്ചു. എല്ലാവരും സെലക്ട് ചെയ്തിട്ട് 15 വയസ്സിന്റെ മുകളിലുള്ള കുട്ടികളെ പറ്റുള്ളൂ, മറ്റുള്ളവരെ മാറ്റി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സമുറ നബിയുടെ അടുത്ത്, നബിയെ എനിക്ക് പങ്കെടുക്കണം, ഞാൻ നന്നായിട്ട് അമ്പെയ്യും. റസൂലുള്ളാഹി ഒരു പോയിന്റ് കാണിച്ചു കൊടുത്തു. ആ പോയിന്റിലേക്ക് അമ്പ് ചെയ്യാൻ പറഞ്ഞു. വളരെ വൃത്തിയായി അതിന്റെ കൃത്യമായ സെന്ററിലേക്ക് സമുറ അമ്പെയ്തു. അപ്പൊ സമുറിനെ കൂടി അല്ലാഹുവിന്റെ റസൂൽ ഈ ഗ്രൂപ്പിലിട്ടു. അപ്പോഴേക്കും റാഫി സങ്കടമായി. റാഫി ആ കണ്ണ് നിറഞ്ഞ് നബിയോട് പറഞ്ഞില്ല, ഞാൻ നന്നായിട്ട് ഗുസ്തി ചെയ്യും, എനിക്ക് നല്ല മസിലൊക്കെ നോക്കി. റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ഒപ്പമുള്ള എന്റെ സമുറിനെ മലർത്തി അടിക്കും. ഓടിച്ചെന്ന് തിരിച്ചു പിടിച്ച് കൈ കൊണ്ട് മേഖലയിട്ടിട്ട് മലർത്താൻ വിട്ടു. അല്ലാഹുവിന്റെ റസൂല് കുട്ടിയെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, ദീനീ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്താൽ നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന കുട്ടികളാണ്. കൗതുകപരമായ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും.
അബൂ ഹനീഫ എന്ന കുട്ടിക്കാലത്ത് ഇമാം ഖത്താദയുടെ ക്ലാസ് നടക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ക്ലാസ് നടക്കുമ്പോൾ ചോദ്യോത്തരങ്ങളുടെ സെഷനാണ്. ആ സമയത്ത് ഒരു 10 വയസ്സുള്ള കുട്ടി വെച്ചു, പിന്നെ ഉസ്താദെ, സുലൈമാൻ നബിയുടെ കാലത്ത് സുലൈമാൻ നബി സംസാരിച്ച ഒരു ആണോ പെണ്ണോ? ഉസ്താദിന് നല്ലൊരു വ്യത്യസ്തമായ ചോദ്യം ചോദിച്ച കുട്ടി അടിയിപ്പിച്ച് നിർത്തി. എന്താ ചോദിക്കാൻ കാരണം? അല്ല, എനിക്കറിയാം ആണാണോ പെണ്ണാണെന്നുള്ളത്, നിങ്ങൾക്കറിയാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദ് പറഞ്ഞു, നീ പറഞ്ഞോ എന്താണ്? അത് പെണ്ണാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ ഖുർആനിൽ കാലത്ത് നന്നത്തുന്നാണല്ലോ പറഞ്ഞത്. കാലം നന്നത്തുന്നല്ലോ, കാലത്തുനിന്നാണല്ലോ. അതുകൊണ്ട് അത് പെണ്ണാണ്. ആ കുട്ടിയാണ് പിന്നീട് അബൂ ഹനീഫ എന്ന പേരിൽ പ്രസിദ്ധനായ മഹാനായ ഇമാമായിട്ട് മാറുന്നത് എന്ന് കാണാൻ പറ്റും. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അൽ മുവത്ത, അദ്ദേഹത്തിന്റെ വീടിന്റെ ചെരുവിലാണ് മുവത്ത പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഇസ്ലാമിലെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ്. ആ ഹദീസ് പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു ഭാഗം തെറ്റിയപ്പോ അടുക്കളയിൽ ജോലി ചെയ്യുന്ന മകൾ, ഉപ്പാ തെറ്റിപ്പോയി, ഹദീസിന്റെ നിവേദകനായ ആളല്ല എന്ന് പറയുമായിരുന്നു എന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ അവർക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു, അവരെ സ്നേഹിച്ചു, അവർ മനസ്സറിഞ്ഞു. മാതാപിതാക്കൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ആ മക്കൾ നമ്മുടെ ശത്രുക്കളാവുകയില്ല, ആ മക്കൾ നമുക്ക് ഫിത്നയാവുകയില്ല. അനസർ പറയണം, എനിക്കൊരു അനുജൻ ഉണ്ടായിരുന്നു. എന്റെ അനുജന് ഒരു ചെറിയ കുരുവി, അങ്ങനെ പക്ഷികൾ നടക്കുന്നത് അത്ര ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവർക്ക് ഒരു പ്രയാസം ഉണ്ടാകും, അവർ ആഗ്രഹിക്കുന്നവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നതുകൊണ്ടാണ് നിരുത്സാഹപ്പെടുത്തിയത്. എന്നാലും അങ്ങനെയുള്ള ചില സംഗതികൾക്ക് പ്രോത്സാഹനം നൽകുന്നത് ഹദീസിൽ കാണാം. അപ്പൊ അവരെ കുരുവി ഉണ്ടായിരുന്നു. അപ്പൊ നബിന്റെ അടുത്ത് ഇടക്കിടക്ക് കുട്ടി വന്നിട്ട് നബിയോട് ഇങ്ങനെ പറയും കുരുവിനെ കുറിച്ച്. അത് ചിരിച്ചു, അതിങ്ങനെ ചുണ്ടുപൊക്കി, ഒരു ചിറക് വന്നു. നബി അവന്റെ അടുത്തേക്ക് പോകും, അവൻ നബിന്റെ അടുത്തേക്കും വരും. കുറെ ദിവസം നബി പള്ളിയിൽ കഴിഞ്ഞ് പോകുമ്പോൾ അതിൽ പോകും. അപ്പോഴേക്കും നുമൈറ, എന്താണ് എന്റെ കുരുവിന്റെ അവസ്ഥ? അപ്പൊ അതിന് കാണിച്ചു കൊടുക്കും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചു കൊടുക്കും. നല്ല രസകരമായ ഒരുപാട് സംഭാഷണങ്ങൾ. ഒരു ദിവസം 2-3 ദിവസമായിട്ട് കുട്ടിനെ കാണാൻ എന്റെ മനസ്സോട് ചെല്ല, എന്റെ അഞ്ചനോട് പോയി. അഞ്ചന് നിങ്ങളിൽ നോക്കല്ലേ, നിങ്ങളെല്ലാം കാണാണ്. പോയി നോക്കി റസൂലുള്ള എല്ലാ തിരക്കും മാറ്റിട്ട് ചെന്ന് നോക്കുമ്പോ വീടിന്റെ സിറ്റൗട്ടില് വീടിന്റെ പുറത്ത് മുറ്റത്ത് കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ താഴ്ന്നു തല താഴ്ത്തിയിരുന്ന് കളിക്കുന്നു നുമയർ. അവിടെ ചെന്ന് എന്റെ അടുത്ത് ചെന്ന് അവിടെ നിലത്തിയിരുന്നു. ഞാൻ നുമയർ എന്താണ് മോനെ കരയണത്? അവിടെ എന്റെ കിളിയുടെ എന്റെ കുരുതിയുടെ മൃഗങ്ങളോട് റസൂലിനോട് പറഞ്ഞു, നബിയെ എന്നെ കിളിച്ചർത്തു. നന്നായി തന്നെ പാട് അങ്ങനൊന്നും എനിക്ക് പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു നിറഞ്ഞു. വീട്ടിലേക്ക് കയറുന്ന വാപ്പ നോക്കുമ്പോ നബിയും കരയണം, കുട്ടിയും കരയണം. ആ കുട്ടിയുടെ സങ്കടത്തിൽ പങ്കെടുത്തു. അങ്ങനെ അവരുടെ ഇഷ്ട മനസ്സ് ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ പറയാണ്, 60 പാഠങ്ങളുണ്ട് വിശ്വാസിക്ക് ഈ സംഭവത്തിൽ നിന്ന്. പറയുന്ന സമയമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, ഇണകളോട്, ഭാര്യ ഭർത്താക്കന്മാരോട്, മാതാപിതാക്കളോട് ആധുനിക കാലത്ത് നമ്മുടെ മക്കളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അവർക്ക് കൊടുക്കേണ്ടത് പോലെ കൊടുക്കുകയും. ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ സംഭവം നോക്കി, മക്കളെ പൊന്നുമോനെ ശുദ്ധി ചെയ്യല്ലേ, പൊന്നുമോനെ മാതാപിതാക്കളെ നോക്കണം, പൊന്നുമോനെ നീ എല്ലാവർക്കും നന്മ ചെയ്യണം, പൊന്നുമോനെ നീ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കല്ലേ, പൊന്നുമോനെ നീ നമസ്കരിക്കണം, പൊന്നുമോനെ നീ നന്മ കൽപ്പിക്കണം, പൊന്നുമോനെ നീ തിന്മ ചെയ്തൊക്കെ യാ പുനിയെ വിളിച്ചിട്ടാണ്. എന്റെ പൊന്നുമോനെ നീ അഹങ്കരിക്കല്ലേ, എന്റെ പൊന്നുമോനെ നീ ഉച്ചത്തിൽ സംസാരിക്കല്ലേ, എന്റെ പൊന്നുമോനെ നീ ആളുകളോട് മുഖം തിരിച്ച് സംസാരിക്കല്ലേ. എന്ത് മനോഹരമായ പാരന്റിംഗ്. നമുക്കതൊന്നും നേരല്ല. നമുക്ക് അവരെ മടിയിലിരുത്താനോ, അവർ കിടക്കുന്ന ബെഡിൽ അവരുടെ കൂടെ ഇരിക്കാനോ, അവരെ ശ്രദ്ധിക്കാനോ, അവർക്ക് ദീൻ പഠിപ്പിക്കാനോ, അവരെ കൂടെ നിസ്കരിക്കാനോ അതിനൊന്നും നമുക്ക് നേരല്ല. കുറെ കഴിയുമ്പോൾ മകൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, മകൾ പറഞ്ഞിട്ട് കേൾക്കണില്ല, മകൾക്ക് ഇപ്പൊ ഒരു പ്രേമുണ്ട്, മകനിപ്പോ കൈവിട്ട് പോയിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു നോക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അതീവ ജാഗ്രത പുലർത്തണം എന്നത് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജാഗ്രത പുലർത്തുന്ന മക്കളും ഇണകളും കുടുംബവും ഒക്കെ കൺകുളിർമയാവുന്ന നല്ല മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدلله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്
മുത്തത്തെയായി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു ശ്രമിച്ചു. അള്ളാഹുവിന്റെ എല്ലാവരെയും അവരുടെ യഥാർത്ഥ മുത്തത്തിൽ ഉൾപ്പെടുത്തുകയാവട്ടെ. രണ്ട് ഭാഗമായി പറഞ്ഞ ഇന്നത്തെ കുത്തുവിലെ വിഷയങ്ങളൊക്കെ വേറെ വേറെ പ്രവാചകന്റെ സമീപനം, സ്വഹാബത്തിനോടുള്ള സമീപനം, കൗമാരക്കാരോടുള്ള സമീപനം, കുട്ടികളോടുള്ള ചെറിയ മക്കളോടുള്ള സമീപനം, അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഭാര്യക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകൾ, ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകൾ, ഇതെല്ലാം വേറെ വേറെ പറഞ്ഞതാണ്. സമയവും സാഹചര്യവും അതാവുന്ന തോഫീക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. ഈ വർഷം ഇവിടെ അവസാനിക്കാൻ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പൊ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരു സമയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് വീടിന്റെ മുന്നിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എഴുതിയ വീടിന്റെ മുമ്പിൽ ക്രിസ്മസിന്റെ സ്റ്റാർ തൂങ്ങിയതായി കണ്ടു. അപ്പൊ ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് ചോദിച്ചു. അപ്പൊ ആ പ്രദേശത്ത് എല്ലാവരും സ്റ്റാർ തൂങ്ങും. അപ്പൊ ക്രിസ്മസ് സ്റ്റാർ എന്നുള്ളത് അവരുടെ ഒരു ആചാരവുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ആഘോഷങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാം, അവരെ അഭിനന്ദിക്കാം, ആശംസകൾ അറിയിക്കാം, അവർക്ക് അവരുടെ ഭക്ഷണം നമുക്ക് കഴിക്കാം, അതൊന്നും തടസ്സമല്ല. അതേസമയം അവരുടെ ആ രീതിയിലുള്ള അപ്പൂപ്പനാവുക, അതിന്റെ കൂടെ കരോളിൽ പങ്കെടുക്കുക, ക്രിസ്മസ് സ്റ്റാർ വീടുകൾ തൂക്കുക എന്നതൊക്കെ ഒരിക്കലും ഒരു വിശ്വാസി എന്നല്ല, മുസ്ലിം ആണെങ്കിൽ അത് പാടില്ലാത്ത, ഇത് വർഗീയതയൊന്നുമല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ അങ്ങനെ പാലിക്കുകയും അതോടൊപ്പം അവരുമായി ചേർന്നിരിക്കും. സുൽത്താനെ കാണാൻ വന്ന നജറാല ക്രിസ്ത്യാനികൾ എത്ര സമയം എതിരെടുത്തിരുന്നു. നിസ്കരിക്കാൻ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരവിടെ ഇരുത്തിക്കൊണ്ട് അപ്പുറത്ത് പോയി നിസ്കരിച്ചു. കർത്തവൊന്നും കിട്ടില്ല, അപ്പുറത്ത് പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദ് ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കണല്ലോ, നിങ്ങളോട് പ്രാർത്ഥിച്ചോളി. അവർക്ക് അവിടെ തന്നെ പള്ളിയിൽ എന്റെ പള്ളിയിൽ. അപ്പൊ ഇതൊക്കെ ഇസ്ലാം വളരെ വിശാലമായി കണ്ടിട്ടുള്ള സംവിധാനങ്ങളാണ്. അതേസമയം നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുകയും വേണം. അത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ ജാഗ്രത ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് ഇനി പുതിയൊരു വർഷം, പുതുവർഷ സമയത്താണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വലിയ ദുരന്തങ്ങളും വലിയ രീതിയിലുള്ള ആഘോഷമൊക്കെ നമ്മുടെ വീടുകളിൽ 12 മണി ആ സമയത്ത് കുട്ടികളൊക്കെ അങ്ങാടിയൊക്കെ ഇറങ്ങുന്ന നമുക്ക് ചെറുപ്പക്കാരൊരിക്കലും അതിൽ പങ്കെടുക്കരുത്. നമ്മുടെ സ്നേഹത്തോട് എനിക്ക് പറയാനുള്ളത് പുതുവർഷം ശരിക്കും ആഘോഷിക്കാനുള്ളതല്ല, ആലോചിക്കാനുള്ളതാണ്. പക്ഷേ നമുക്ക് തന്ന ആയുസിൽ നിന്ന് ഒരു വർഷം നഷ്ടപ്പെടുന്നു. 48ാമത്തെ വയസ്സിലാണ് എന്റെ മരണമെങ്കിൽ എന്റെ വയസ്സിന്റെ അവസ്ഥ കഴിഞ്ഞു നടക്കും. അടുത്ത വർഷത്തെ മരണമാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും അവന്റെ കർമ്മങ്ങളുമായി തട്ടിച്ചു നോക്കാനുള്ള അവസരമായിട്ടാണ് പുതുവർഷത്തെ കാണേണ്ടത്. ചില വിഷയങ്ങളിൽ കുത്തുപുള്ളിയേണ്ടി വരും, ചില ചിത്ത സ്വഭാവങ്ങൾ മാറ്റേണ്ടി വരും, ചില മുറിഞ്ഞു പോയ ബന്ധങ്ങൾ പറഞ്ഞു. എത്ര കാലമായി ഞാൻ തെറ്റിയിട്ടുണ്ട് അഞ്ചനോട്, എത്ര കാലമായിട്ട് ഭാഗ്യമായി പിണങ്ങി നിൽക്കുന്നത്, എവിടേക്കാണ് പോക്ക്? ഒരു ഘട്ടത്തിൽ ജീവിതം അവസാനിച്ചാൽ ഞാൻ പിന്നെ സ്വർഗത്തിൽ എനിക്ക് കിട്ടുമോ? സംഗതി ഭാര്യക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഭാര്യക്ക് ഒരുപാട് കുറവുകളുണ്ടാവും, എനിക്കൊരുപാട് കുറവുകൾ. ഇതൊക്കെ ഒന്ന് പരസ്പരം ഒന്നിച്ചിരുന്ന് പറ്റുകയാണെങ്കിൽ മൂന്നാമത് വേണം. അതുകൊണ്ടാണല്ലോ വിവാഹ ജീവിതം നല്ല ഈ അർത്ഥത്തിൽ ആയതെന്ന് പറയുമ്പോഴും വേർപിരിയാനുള്ള സ്കോപ്പ് അല്ല വെച്ചത് എന്തുകൊണ്ടാണ്? ഒരു തരത്തിൽ പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ പരസ്പരം സംസാരിച്ച് വേർപിരിയാം. എന്നിട്ട് ഞാൻ എന്റെ വഴിക്ക്, ഞാൻ എന്റെ വഴിക്ക്. ചെറിയ പ്രയാസങ്ങളുണ്ടാവും, കുട്ടികളുണ്ടാവും. പക്ഷെ അതൊന്നും സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. മറ്റൊരു നിലനിർത്തി പോകുന്നത് സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ വേർപിരിയാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അള്ളാഹ് കൂട്ടിയിടക്കിയ ഈ മമത്വത്തും റഹ്മത്തുമുള്ള ഈ കാരുണ്യമുള്ള ഈ കുടുംബ സംവിധാനത്തിൽ നിന്നും ഒരിക്കലും വേർപിരിയാത്ത മക്കളെയാണ് വാപ്പിയെ വേർപിരിയാനും വാപ്പടമനെ വാപ്പാമാരെ ഒഴിവാക്കി. ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്, ഉമ്മച്ചിനെ വാപ്പ ഒഴിവാക്കി, ഞങ്ങളിപ്പോ വാപ്പാന്റെ വീട്ടിലാണ്, ഞങ്ങളിപ്പോ ഉമ്മാന്റെ വീട്ടിലാണ്. പക്ഷെ വാപ്പാനെ നിങ്ങൾ കാണാറുണ്ട്. വാപ്പ തന്നെ വാപ്പയില് മാറ്റല്ല, ഉമ്മയിലും മാറ്റില്ല, ഉമ്മ തന്നെ ഉമ്മ. ആ ബന്ധം വേർപിരിയില്ല. അപ്പൊ വേർപിരിയാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരിക്കലും തിരിയാത്ത ഒരു സംവിധാനമാണ് കുടുംബ സംവിധാനം എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക, അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുക, അതൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് റെഡിയാക്കുക. അങ്ങനെ പുതുവർഷത്തെ പുതു മനുഷ്യനായി സ്വീകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട പുതിയ ചിന്തകൾ, പുതിയ ആലോചനകൾ, പുതിയ പ്രതീക്ഷകൾ, ഇതുവരെ ചെയ്യാത്ത ചില കർമ്മങ്ങൾ പുതുവർഷം ഇൻഷാ അല്ലാഹ് ഞാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കരിച്ച് 10 മിനിറ്റ് ഓതും, 5 മിനിറ്റ് ഓതും. രാവിലെ സുബഹി നിസ്കരിച്ചു, ഉടനാ നിസ്കരിക്കും. ഇപ്പൊ കുറഞ്ഞ കഴിഞ്ഞ കൊല്ലമായിട്ട് 2024 അത്രയൊന്നും സുബഹി നിസ്കരിച്ചിട്ടില്ല. ഞാൻ നിസ്കരിക്കും, ഇനി അത് കുറവെടുത്തില്ല. ഞാൻ വല്ലാതെ ദേഷ്യപ്പെടും മക്കളോട്, അത് നിർത്തണം. അങ്ങനെയൊക്കെയുള്ള കൃത്യമായ ആലോചനകൾക്കുള്ള സമയം കൂടിയായി പുതുവർഷത്തെ കാണാനും അങ്ങനെ നിയന്ത്രിക്കാനും അങ്ങനെ ജീവിതത്തെ മാറ്റിപ്പണിയാനും അങ്ങനെ പുതു മനുഷ്യരായി മാറാനും പുതിയ ഭർത്താക്കന്മാരായി, പുതിയ ഭാര്യമാരായി, പുതിയ മക്കളായി, പുതിയ വല്യമ്മമാരും വല്യപ്പന്മാരും ഒക്കെ നമ്മുടെ കുടുംബത്തെ നമ്മൾ തണലാക്കി മാറ്റി
മാറ്റിയെടുക്കുക. നമ്മളും തണലാവുക, മറ്റുള്ളവർക്ക് എല്ലാവർക്കും തണലാവുന്ന ആളുകൾക്ക് നാളെ റബ്ബ് അവിടെ അർശിന്റെ തണൽ കൊടുക്കുന്നതാണ്. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ കൊടുക്കുന്നതാണ്. അത് അള്ളാഹു പറഞ്ഞ ബന്ധങ്ങൾ ചേർക്കുന്ന ആളുകൾക്കുള്ളതാണ്. അള്ളാഹിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ടവർക്കുള്ളതാണ്. സദാചാര വിശുദ്ധി പാലിക്കുന്നവർക്കാണ്. കുടുംബത്തെ ചേർത്ത് പിടിച്ചവർക്കാണ് അള്ളാഹു അതൊക്കെ നേടിയെടുക്കുന്ന, അള്ളാഹുവിന്റെ ആ കടലിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന, ആ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മാതാപിതാക്കളിൽ, മക്കളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും മാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, വീഴ്ചകളുണ്ട്. അതൊക്കെ വിട്ടുകൊടുത്ത് മാപ്പാക്കി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ നീ സുദൃഢമാക്കണമേ തമ്പുരാനെ. മാതാപിതാക്കൾ തമ്മിൽ, മക്കൾ തമ്മിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സ്നേഹോഷ്മളമായ മഹത്വത്തും റഹ്മത്തും നൽകി ഞങ്ങൾക്ക് പരസ്പരം വസ്ത്രങ്ങളാക്കി സ്നേഹമുള്ളവരാക്കി ഞങ്ങളെ നീ മാറ്റണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിലുള്ള കടകളും ഈഗോകളും മാറ്റി നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ പ്രതീക്ഷയുള്ള നാളെയുടെ താരങ്ങളായ ഞങ്ങളെ കുഞ്ഞു മക്കളെ റഹ്മാനെ ദീനിന്റെ മാർഗത്തിൽ ഉണർത്താൻ ഞങ്ങൾക്ക് നീ കഴിവും അറിവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതിനുള്ള പക്വത നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചതിന് ദീനീപരമായ വിദ്യാഭ്യാസം നൽകി ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, അവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നല്ല ശമ്പളവും നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും നൽകി ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ മാർഗത്തിൽ, പള്ളിയുടെ മാർഗത്തിൽ, മദ്രസന്റെ മാർഗത്തിൽ, നല്ല നന്മയുടെ ചാരിറ്റിയുടെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സ് നൽകി ഞങ്ങൾ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പുതുവർഷത്തിൽ പുതു മനുഷ്യരായി സമൂഹത്തിൽ ജീവിക്കാൻ, മറ്റുള്ളവർക്ക് തണലേകാൻ ഞങ്ങൾക്ക് നീ അറിവും കഴിവും പക്വതയും അയിമും നൽകി ഞങ്ങൾ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഞങ്ങളുടെ വീടുകളിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. നീ ശമനവും ശിഫയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ജീവിതം ഹയാവുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ, ദീർഘായുസോടെ, അഭിമാനത്തോടെ ജീവിക്കാനും മരണമാണ് ഉത്തമമെങ്കിലും ഞങ്ങളെ നീ ഈമാൻ സലാമത്തായി വിളിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നല്ല വിദ്യാഭ്യാസം നൽകി, തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസം നൽകി ഞങ്ങളെ മക്കളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കടം കൊണ്ട് വിഷമിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അത് വീട്ടിൽ കൊടുക്കാനുള്ള, വീട്ടാനുള്ള നല്ല സമ്പത്ത് നൽകി ഞങ്ങളുടെ കൂട്ടത്തിലെ കടക്കാരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ബാധ്യതയില്ലാതെ, കടങ്ങളില്ലാതെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഉദവി നൽകണമേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് വെപ്രാളമില്ലാതെ മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും പടച്ചവനെ നീ മഗ്ഫിറത്തും മർഹമത്തും സ്വർഗ്ഗത്തിൽ ഇടവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്നും, അപമാനങ്ങളിൽ നിന്നും, നാണക്കേടുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെയും നീ പ്രത്യേകം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. എല്ലാത്തിനും ഉപരി എന്നെ വിളിക്കുത്തരം നൽകിയ സമയത്ത് എല്ലാവരും പൊട്ടിക്കരഞ്ഞാലും നാഥ ചിരിച്ചുകൊണ്ട് മരിക്കാൻ, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ, നെറ്റിത്തറത്തിൽ വീർപ്പോടുകൂടി മരിക്കാൻ, ആശങ്കയില്ലാതെ മരിക്കാൻ, ബാധ്യതകൾ വീട്ടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹു ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم.